ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഉദ്ഗ്രഥനം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ ഉദ്ഗ്രഥനം ആനുവൽ എക്സാം ആണ്. ഉദ്ഗ്രഥനം 1-ാം ദിവസം. അപ്പോൾ അതിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കി നോക്കാം. പ്രവർത്തനം 1 നിറം കൊടുക്കാനാണ്. ഒരു മുത്തശ്ശി ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. കുറച്ച് വീടുകളും മലയും പാടൊക്കെ ആയിട്ട്. അപ്പോൾ ആ പിക്ചർ എന്ത് ചെയ്യുക, നല്ല ഭംഗിയിൽ കളർ കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2 കഥ വായിക്കാം. അപ്പോൾ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. മുത്തശ്ശി നെയ്യപ്പം ചുട്ടു, മുത്തശ്ശനും ഒപ്പം കൂടി. 9 നെയ്യപ്പം വീതം വച്ചു, 1 ബാക്കിയായി. രണ്ടുപേരും തമ്മിൽ തർക്കമായി. നമുക്ക് മിണ്ടാതിരിക്കാം. ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും, മുത്തശ്ശി പറഞ്ഞു. ജയിക്കുന്ന ആൾക്ക് 5 അപ്പം. മുത്തശ്ശൻ സമ്മതിച്ചു. പാൽക്കാരനും മീൻകാരനും വന്നു വിളിച്ചു. അവർ മിണ്ടിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ കഥ. ഇനി നമുക്ക് ഉത്തരം നോക്കി നോക്കാം. ആരൊക്കെയാണ് നെയ്യപ്പം ചുട്ടത്? ആരാണ് നെയ്യപ്പം ചുട്ടത്? മുത്തശ്ശി, മുത്തശ്ശൻ. അപ്പോൾ ഒന്നാമത്തതിന്റെ ആൻസർ ഈ ബോക്സിൽ എഴുതേണ്ട ആൻസർ ആണ് മുത്തശ്ശൻ, മുത്തശ്ശി. ഇനി രണ്ടാമത്തത് മുത്തശ്ശനും മുത്തശ്ശിയും എത്ര നെയ്യപ്പം ചുട്ടു? എത്ര നെയ്യപ്പാണ്? 9 നെയ്യപ്പം ചുട്ടു. രണ്ടാമത്തതിന്റെ ആൻസർ ഈ ബോക്സിൽ എഴുതേണ്ടതാണ് 9 നെയ്യപ്പം. ഇനി മൂന്നാമത്തെ ചോദ്യം, 2 പേർക്കുമായി വീതിച്ചപ്പോൾ എത്ര എണ്ണം ബാക്കി വന്നു? എത്രയാണ്? 1 ബാക്കിയായി. അപ്പൊ മൂന്നാമത്തതിന്റെ ആൻസർ ആണ് 1. ഇനി നെക്സ്റ്റ്, മുത്തശ്ശിയുടെ വീട്ടിൽ ആരൊക്കെയാണ് വന്നത്? ആരൊക്കെയാണ്? പാൽക്കാരനും മീൻകാരനും. ഇനി അടുത്തത്, തർക്കം തീർക്കാൻ മുത്തശ്ശി പറഞ്ഞത് എന്താണ്? മുത്തശ്ശി എന്താണ് തർക്കം തീർക്കാൻ വേണ്ടി പറഞ്ഞത്? നമുക്ക് മിണ്ടാതിരിക്കാം. ആദ്യം മിണ്ടുന്ന ആൾ തോൽക്കും. അപ്പൊ 5-ാമത്തേന്റെ ഉത്തരമാണ് ഇത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വീട്ടിലേക്ക് കൊണ്ടുപോയ നെയ്യപ്പം എത്രയെന്ന് കണ്ടുപിടിക്കൂ. അപ്പൊ മത്തായി, കേശു, അബു 3 ആൾക്കാരെ തന്നിട്ടുണ്ട്. കിട്ടിയ നെയ്യപ്പം, തിന്ന നെയ്യപ്പം, വീട്ടിലേക്ക് കൊണ്ടുപോയ നെയ്യപ്പം. അപ്പോൾ എന്തായിരിക്കും? കിട്ടിയ നെയ്യപ്പത്തിൽ നിന്നും തിന്ന നെയ്യപ്പം മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? വീട്ടിലേക്ക് കൊണ്ടുപോയ നെയ്യപ്പം കിട്ടും. അതായത് 7 കഴിഞ്ഞാൽ 8, 9, 10, 11, 12, 13, 14, 15. എത്രയാണ്? 8. ഇനി അടുത്തത് എന്താ? 20 മൈനസ് 10 എത്രയാണ്? 10. 15 - 5 എത്രയാണ്? 10. ഇനി മത്തായിക്കും കേശുവിനും കൂടി കിട്ടിയ ആകെ നെയ്യപ്പം. മത്തായിക്ക് 15, കേശുവിന് 20. അപ്പൊ 15 + 20 ചെയ്താൽ 5, 3. ടോട്ടൽ എത്രയാണ്? 35. ഇനി അടുത്തത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്? ഇതിൽ കൂടുതൽ കിട്ടിയത് ആയതാണ്? 20 ആയിട്ടുള്ള കേശുവിനാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതി? കേശു. ഓക്കെ. ഇനി അടുത്തത് എന്താ? നന്നായി വളരാൻ. നല്ല ആരോഗ്യത്തിന് നാം കഴിക്കേണ്ട ആഹാര സാധനങ്ങൾക്ക് വരയ്ക്കൂ. അപ്പൊ നല്ലത് ഏതാന്ന് വെച്ചാൽ അതിന്റെ നേരെ ഇത് വരയ്ക്കുക. പാൽ എന്താണ്? പാല് നല്ലതാണ്, അപ്പൊ നമ്മൾ വരച്ചു. ഫ്രൂട്ട്സ് എന്താണ്? നല്ലതാണ്, നമ്മൾ വരച്ചു. ഇതെന്താ? സാൻഡ്വിച്ച് ഒന്നും അത്ര നല്ലതല്ല. ഐസ്ക്രീം നല്ലതല്ല. വെജിറ്റബിൾസ് നല്ലതാണ്. അടുത്തത് എന്താ? ഗോതമ്പ് മരി നല്ലതാണ്. പാല്, മുട്ട, മീന്, മുട്ട ഒക്കെ എന്താണ്? നല്ലതാണ്. ഓക്കെ. ഇനി കൂട്ടത്തിൽ പെടാത്തതിനെ വട്ടത്തിലാക്കൂ. പഴം, പൈനാപ്പിള്, ആപ്പിള്, ക്യാരറ്റ്. അപ്പൊ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്താണ്? ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള നമ്മുടെ ബർഗർ ആണ്. അപ്പൊ അത് വട്ടത്തിലാക്കി. ഇനി അടുത്തത് പ്രവർത്തനം 5 അപ്പുവിന്റെ ഡയറി. ഞാൻ മുത്തശ്ശന്റെ വീടിനടുത്തെത്തി. വീടിന് മുന്നിൽ ഒരുപാട് ആളുകൾ മുത്തശ്ശിയെ ജീപ്പിലേക്ക് കയറ്റുന്നത് കണ്ടു. മുത്തശ്ശനെ കയറ്റുമ്പോൾ കാല് ജീപ്പിൽ തട്ടി. എന്റെ കാലേ എന്ന് പറഞ്ഞു മുത്തശ്ശൻ കരഞ്ഞു. ഞാൻ ജയിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി ഓടിപ്പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? അപ്പുവിന്റെ ഡയറിയാണ്. ഒരു ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്തത്, ഇന്നലത്തെ കാര്യങ്ങൾ ചേർത്ത് നിങ്ങളുടെ ഡയറി എഴുതൂ. അപ്പൊ കൂട്ടുകാരുടെ ഇന്നലത്തെ കാര്യം എന്ത് വേണമെങ്കിലും കൂട്ടുകാർക്ക് എഴുതാം. ചിത്രമൊക്കെ വരച്ചിട്ട് എഴുതാം.
ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൻ്റെ ഡയറി. ഇന്നലെ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. അമ്മയോടൊപ്പം പല്ല് തേക്കുകയും കുളിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചു. സുഹൃത്തുക്കളോടൊപ്പം പുറത്ത് കളിച്ചു. വൈകുന്നേരം ഞാൻ അപ്പൂപ്പനോടൊപ്പം നടക്കാൻ പോയി. രാത്രിയിൽ ഞാൻ നന്നായി പാഠം പഠിച്ചു. പിന്നെ എല്ലാവരോടും കൂടി ഭക്ഷണം കഴിച്ച് ഉറങ്ങി. അപ്പം ഇതാണ് നമ്മുടെ ഡയറി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നോക്കി നോക്കുക. വീഡിയോ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.